വിടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അമർച്ച ചെയ്യാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്താണെന്ന് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴായിരിക്കും അദ്ദേഹം പറയുക. മൗനം പാലിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ വലിയൊരു അഗ്നിപർവ്വതം ഇങ്ങനെ കിടക്കുകയാണ്. ആ അഗ്നിപർവ്വതം എപ്പോൾ പൊട്ടുമെന്ന് മാത്രം പറയേണ്ടതുണ്ട്. അനുനയ നീക്കങ്ങൾ ഒരുപാട് നടത്തി. രമേശ് ചെന്നിത്തല നേരിട്ട് ഇതിൽ ഇറങ്ങിച്ചെന്നു. എന്നിട്ടൊന്നും ഈ കെ സുധാകരൻ അടങ്ങുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലായിരിക്കും വിവരം. കൂടുതൽ വിവരങ്ങളുമായി വിനീത വി ജി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനിത, ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം വരുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരും. അതുപോലെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം കീറാമുട്ടിയായി നിൽക്കുമ്പോൾ എന്താണ് UDF നേതൃത്വത്തെ വലയ്ക്കുന്നതെന്ന് പറയാൻ ശ്രീജിത്ത് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ആദ്യം വിനീതയിലേക്ക്. ഗുഡ് മോർണിംഗ് വിനീത, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേർ. എന്താണെങ്കിലും കെ സുധാകരന്റെ നിലപാട് എന്താണ് എന്ന് ഇന്ന് നമുക്ക് രാവിലെയോട് കൂടി അറിയാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് അനുനയ ശ്രമമോ അതോ കടുത്ത നിലപാടിലേക്കോ കെ സുധാകരൻ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കും. രാവിലെ ഒരുപക്ഷെ വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചേക്കും. സമയം ഇനിയും അത് സംബന്ധിച്ചുകൊണ്ടുള്ള അറിയിപ്പിലേക്ക് എത്തിയിട്ടില്ല. രാവിലെ മാധ്യമങ്ങളെ കാണും എന്ന് മാത്രമാണ് സുധാകരനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ എസ്കേൻ സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സുധാകരനുമായി സംസാരിച്ചു. അദ്ദേഹം നിലവിൽ ഡൽഹിയിലുണ്ട്. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തിയാണ് നേതാക്കൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നത്. ഇന്നലെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ്. അതിനിടയിൽ നിന്ന് നേതാക്കൾ ഇദ്ദേഹവുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാന കൂടിക്കാഴ്ചയിലും അദ്ദേഹത്തിന്റെ മത്സരിക്കണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് പുറത്തേക്ക് വന്ന നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മത്സരിക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നൊരു ന്യായീകരണം എന്നുള്ളത് നേരത്തെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ഈ അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാം എന്നൊരു വാഗ്ദാനം നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തവണ പരിഗണിക്കണം. അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾക്ക് മാത്രമായി, ഒരു MP ക്ക് മാത്രമായി എങ്ങനെ ഇളവ് നൽകാൻ കഴിയും എന്നുള്ളതായിരുന്നു അവരെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലേക്ക് ആക്കിയിരുന്നത്. പിന്നാലെ തന്നെ MP-മാർ ആരും മത്സരിക്കേണ്ടതില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് ഹൈക്കമാൻഡ് പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ ആദ്യഘട്ട പട്ടിക വന്നപ്പോൾ 55 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് വന്നത്. അതിൽ സുധാകരൻ ആവശ്യം ഉന്നയിച്ച കണ്ണൂരും അടൂർ പ്രകാശ് ആവശ്യം ഉന്നയിച്ച കോന്നിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം തന്നെ MK രാഘവൻ MP ഒക്കെ നേരത്തെ മത്സരിക്കണമെന്ന് സന്നദ്ധത അറിയിച്ച മണ്ഡലങ്ങളിൽ മറ്റ് ആളുകളുടെ പേരുകളൊക്കെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ MP-മാർ ചിത്രത്തിലേ ഇല്ല എന്ന നേതൃത്വം വ്യക്തമാക്കുന്നു. പക്ഷേ നിലപാടിൽ ഉറച്ചു തന്നെയാണ് സുധാകരൻ ഉള്ളത്. ഏതാണെങ്കിലും ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു തന്നെ അറിയണം. ഓക്കെ, താങ്ക് യു വിനീത വിജി. ഇപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയമല്ലാത്തൊരു വാർത്ത പ്രജ്വലിത പറയുന്നു. ഇന്നലത്തെ +2 മാത്സ് പരീക്ഷ നല്ല ടഫായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ ഇത് വിട്ടുപോകല്ലേ. മോഡൽ എക്സാമിൽ നിന്നും വ്യത്യസ്തമായാണ് ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. എന്താണ് ഇതിന് പരിഹാരമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇനിയിപ്പോൾ കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. കെ സുധാകരൻ അനുകൂലമായി അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ പ്രകടനമൊക്കെ നടന്നു കണ്ണൂരിൽ. എന്താണ് അജീഷെ കൂടുതൽ വിവരങ്ങൾ? വലിയൊരു പ്രതിസന്ധി കോൺഗ്രസ് നേതൃത്വത്തിന് ഇത് ഉണ്ടാക്കുന്നുണ്ടോ കണ്ണൂരിലെ കാര്യം? കണ്ണൂരിൽ കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു കുഴപ്പങ്ങളിലേക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയും കെ സുധാകരന്റെ അനുകൂലികളുടെ പന്തം കൊളുത്തി പ്രകടനത്തിന് വരെ കണ്ണൂർ സാക്ഷിയായി. DCC ഓഫീസിന് മുന്നിൽ നിന്നായിരുന്നു ഇവർ പ്രകടനവുമായി മുന്നോട്ട് പോയത്. കെ സുധാകരന് സീറ്റ് ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ടാണ് അവർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. മാത്രമല്ല ഇന്നലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലമായ പേരാവൂരിലും ഒരു കൂറ്റൻ ഫ്ലെക്സ് ഉയർന്നിരുന്നു. അതിൽ ചില മുന്നറിയിപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. ഫ്ലെക്സിൽ വാചകങ്ങൾ ഇങ്ങനെയാണ്: നട്ടുനനച്ച് വളർത്തിയവനെ ഇല്ലായ്മ ചെയ്താൽ തിരിച്ചടി നേരിടേണ്ടി വരും, നന്ദിയില്ലെങ്കിലും നന്ദികേട് ആവരുത് എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ഫ്ലെക്സ് ബോർഡാണ് സണ്ണി ജോസഫിന് മുന്നറിയിപ്പുമായി പേരാവൂരിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉയർന്നിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് നാളെ റോഡ് ഷോ ഒക്കെ നടത്താൻ ഇരിക്കുകയാണ്. നാളെ ഷാഫി പറമ്പിലാണ് റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ തന്നെ അവിടുത്തെ ചില ബൂത്ത് പ്രസിഡന്റുമാരുടെ ശബ്ദ സന്ദേശമൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. അവിടുത്തെ കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഈ ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത്. അതിൽ പറയുന്നത്
കെ സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് അവിടുത്തെ ബൂത്ത് പ്രസിഡന്റുമാർ അവരുടെ സഹപ്രവർത്തകർക്ക് നൽകിയ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. അങ്ങനെ ആകെ മൊത്തം കുഴഞ്ഞു മറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ണൂരിൽ. മാത്രമല്ല, നമ്മൾ ചില ജില്ലാ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. വലിയ രീതിയിലുള്ള ഒരു കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് കെ സുധാകരനാണ് എന്നുള്ളൊരു വികാരം അവർക്കെല്ലാം ഉണ്ട്. കാരണം ഒരു കണ്ണൂർ സീറ്റ് അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അനാവശ്യമായി സീറ്റിന് വേണ്ടി വാശി പിടിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി ആ അവസരം കൂടി നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു വികാരമാണ് ജില്ലാ നേതാക്കൾക്കൊക്കെ ഉള്ളത്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഭാരവാഹികളും കടുത്ത അമർഷത്തിലാണ് ഉള്ളത്. അത് ഈ തളിപ്പറമ്പ് പയ്യന്നൂർ മണ്ഡലത്തിൽ ഈ വിമതരെ CPM-ന്റെ വിമതരെ പിന്തുണയ്ക്കാനെടുത്ത തീരുമാനത്തിലാണ് അവർക്കൊക്കെ കടുത്ത അമർശനമുള്ളത്. ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൊക്കെ പയ്യന്നൂർ സീറ്റിലൊക്കെ പരിഗണിച്ചിരുന്നതാണ്. അവർക്കൊന്നും ഈ ആദ്യ പട്ടിക വന്നപ്പോൾ അവരുടെയൊന്നും പേരില്ല. പകരം പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെയും തളിപ്പറമ്പിൽ TK ഗോവിന്ദനെയും പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതെല്ലാം പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കെ സുധാകരന് സീറ്റില്ലെങ്കിൽ വലിയൊരു പ്രതിഷേധം തന്നെ കണ്ണൂർ നഗരത്തിൽ, കണ്ണൂർ ജില്ലയിൽ ഉടനീളം കാണാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.